ചേച്ചി ചേച്ചി എനിക്ക് എന്ത് ദ്രോഹം ചെയ്തെന്ന് ചേച്ചി നോക്ക്. ചേച്ചിയുടെ മനസ്സിൽ നന്മ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവർക്കും നന്മ ഉണ്ടാവണമെന്നല്ലേ ചേച്ചി കരുതുന്നുള്ളൂ. പക്ഷെ ചേച്ചിയുടെ ആ നല്ല മനസ്സ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റുള്ളവരാ. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സൗഭാഗ്യങ്ങളെല്ലാം നമ്മളോടൊപ്പം താമസിക്കുന്ന മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുകയല്ലേ ചേച്ചി? എത്ര കാലം നമുക്കിങ്ങനെ പരോപകാരം ചെയ്ത് ജീവിക്കാനാവും? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എത്ര കാലം കഴിയും? ചേച്ചിക്ക് അന്യരുടെ സന്തോഷം വലുത്, അവരുടെ സമാധാനം വലുത്. ഞാനും അവരെ പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരാളല്ലേ. എന്റെ ആഗ്രഹങ്ങൾക്ക് സന്തോഷത്തിനൊന്നും ഒരു വിലയില്ല ഇവിടെ. ശരി, ഞാൻ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ തെറ്റ് തന്നെയാ. ഇനി നീ എന്റെ ഉപദേശവും കേൾക്കണ്ട. അതൊക്കെ നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അമ്മയ്ക്ക് നീ കൊടുത്ത വാക്കും മറന്നേക്ക്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് കിട്ടാത്ത ഒരു സന്തോഷവും എനിക്കും വേണ്ട. ഞാനും വരാം നിന്റെ കൂടെ. എവിടേക്കാന്ന് വെച്ചാ പോവാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ചേച്ചി ചേച്ചി ഒളങ്കുപോലെ മനസ്സുള്ള കുട്ടിയാ ദേവിക. ആ ദേവികയുടെ മനസ്സാ ഒരു കാരണമില്ലാതെ നീയും ഇവിടെയുള്ളവരും ചേർന്ന് ദ്രോഹിക്കുന്നത്. ആരും അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നില്ല. നീ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം.